ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐഷൂസ് വ്ളോഗ്. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ ഐറ്റമായ പഴം നിറച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാഷ്യൂ നട്ടും കിസ്മിസും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് വാങ്ങി വെക്കാം. നല്ലോണം ബ്രൗൺ കളർ ആയാൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫില്ലിങ്സ് നല്ല കട്ടിയായി വരും. ആ സോഫ്റ്റ്നെസ് ഒക്കെ പോകും. നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്സ് ആണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി ചെറുതായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് മൈദയുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. ഇതുപോലത്തെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു മീഡിയം പഴുപ്പുള്ള 3 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പഴം ഇതുപോലെ ഒരു നൈഫ് എടുത്തിട്ട് ചെറുതായി ഒരു 1/4 ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്താൽ മതി, മറ്റേ സൈഡ് കട്ട് ചെയ്യണമെന്നില്ല. ഒരു പോക്കറ്റ് പോലെ ആക്കിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ ചെറുതായി ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ ഫില്ലിങ്സ് നിറയ്ക്കാൻ വേണ്ടി കുറച്ച് സ്പേസ് ആക്കി എടുക്കാം. ഇനി പഴത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഫില്ലിങ്സ് ഇതിൽ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കിട്ടും. ഫില്ലിങ്സ് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഓപ്പണിംഗ് ഉള്ള ഭാഗം നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ മൈദയുടെ ബാറ്റർ തയ്യാറാക്കി വെച്ചത്. അതിനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. മൈദയുടെ ബാറ്റർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. മൈദയുടെ ബാറ്റർ തയ്യാറാക്കുമ്പോൾ ലൂസായി പോയാൽ ഇങ്ങനെ കവർ ചെയ്യാൻ പറ്റില്ല, അത് ഒലിച്ചു പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബാറ്റർ തയ്യാറാക്കുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം തയ്യാറാക്കാമെന്ന്. അപ്പോൾ എല്ലാ പഴവും ഇതുപോലെ നമുക്ക് തയ്യാറാക്കി വെക്കാം. ഇനി നമുക്ക് പഴം നിറച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാൻ, അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം മതി. അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴം നിറച്ചത് എണ്ണയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി എല്ലാ സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം എല്ലാ സൈഡും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കോഴിക്കോടൻ സ്പെഷ്യൽ പഴം നിറച്ചത് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് സെർവ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.
നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക്